ഹായ് ഓൾ, ഇലക്ട്രോടെക് അക്കാഡമിയിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരത് ഡൈനാമിക്സ് ആണ് ആ കമ്പനി. ഭാരത് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ഡിഫൻസ് റിലേറ്റഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതായത് ആംഡ് ഫോഴ്സിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഭാരത് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ. അതൊരു മിനി രത്ന കമ്പനിയാണ്. 2000-ലാണ് അതിന് മിനി രത്ന ടാഗ് കിട്ടിയത്. ഇവിടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സുകാർക്ക് ഇവിടെ വിളിച്ചിരിക്കുന്ന പോസ്റ്റിൻ്റെ പേര് മാനേജ്മെൻറ്റ് ട്രെയിനി ആണ്. മാനേജ്മെൻറ്റ് ട്രെയിനി ഇത് ഗേറ്റ് ബേസ്ഡ് എക്സാം അല്ല, പകരം ഇവർക്ക് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിൻ്റെ ബേസിസിൽ അവർ ഇൻ്റർവ്യൂവിന് കോൾ ചെയ്യും. അതിനുശേഷം ഇൻ്റർവ്യൂവും ടെസ്റ്റിൻ്റെയും ക്യുമുലേറ്റീവ് സ്കോർ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. സോ ബേസിക്കലി ഇവിടെ ഇലക്ട്രോണിക്സിന് 15 ഒഴിവുണ്ട്. 15 ഒഴിവിൽ അൺറിസർവ്ഡിന് 5 ഒഴിവും, EWSന് 2ഉം, OBC നോൺ ക്രിമിലിയർ 4 എണ്ണവും, SCക്ക് 2ഉം STക്ക് 2ഉം ഉണ്ട്. കൂടാതെ ഇലക്ട്രിക്കലിന് 4 ഒഴിവാണ് ഉള്ളത്. അതിൽ അൺറിസർവ്ഡിന് 1 ഒഴിവും, EWSന് 1 ഒഴിവും, OBC നോൺ ക്രിമിലിയറിന് 1 ഒഴിവും, SCക്ക് 1 ഒഴിവാണ് ഉള്ളത്. സോറി. ഓക്കെ, ഇതിൻ്റെ CTC എന്ന് പറഞ്ഞത് നിങ്ങളെ ട്രെയിനിങ് സമയത്ത് 40,000 to 1,40,000 ആയിരിക്കും നിങ്ങളുടെ സ്കെയിൽ ഓഫ് പേ. വൺസ് അബ്സോർബ് ചെയ്താൽ നിങ്ങളുടെ CTC 15.9 lakhs per annum ആയിരിക്കും. അതായത് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കും. അതിനുശേഷം ഫസ്റ്റ് പ്രൊമോഷൻ സീനിയർ മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 25.26 lakhs നിങ്ങൾക്ക് CTC കിട്ടും. ഇതൊരു ഗവൺമെൻറ് സെക്ടറിനെ സംബന്ധിച്ചോളം ഇത് വളരെ നല്ലൊരു സാലറിയാണ്. അപ്പോൾ നമുക്ക് അടുത്തതായി ഇതിന് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി BTech ആണ് വേണ്ടത്. റെസ്പെക്റ്റീവ് ഫീൽഡിൽ BTech, അതായത് BTech ഫസ്റ്റ് ക്ലാസ് BTech വേണം. ഫസ്റ്റ് ലാക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ദ ഡിസിപ്ലിൻ ഇലക്ട്രോണിക്സ് ഓർ ഈക്വലന്റ് ഫോർ മാനേജ്മെൻറ്റ് ട്രെയിനി ഇലക്ട്രോണിക്സ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലിനാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇൻ ദ ഡിസിപ്ലിൻ ഓഫ് ഇലക്ട്രിക്കൽ ഓർ ഈക്വലന്റ് കോഴ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് വേണ്ടത്. അതായത് 5 year ഇൻ്റഗ്രേറ്റഡ് കോഴ്സും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അടുത്ത നമുക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നോക്കാം. ഇതിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 27 years ആണ് ഞാൻ ഈ പറഞ്ഞ 2 പോസ്റ്റിനും വരുന്നത്. OBC നോൺ ക്രിമിലിയർ 30, ST 32, ST 32 ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഈ പോസ്റ്റിന് DGM വരെ പ്രൊമോഷൻ ആകാനുള്ള സാധ്യതയുള്ള പോസ്റ്റാണ്. കൂടുതൽ അറിയണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന February 25 സോ അതിന് മുമ്പ് എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഹാർഡ് കോപ്പി സെൻഡ് ചെയ്യേണ്ടത് കൂടിയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണം. പിന്നെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ ടെസ്റ്റ് CBT ആണ്. സിലബസിനെ പറ്റിയൊന്നും അവർ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. യൂഷ്വലി CBTയിൽ ഒരു ജനറൽ നോളജ് ഉണ്ടാവും, കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, ടെക്നിക്കൽ ഉണ്ടാവും. ടെക്നിക്കലിൻ്റെ വെയിറ്റേജ് കൂടുതലായിരിക്കും. ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് അവർ ഇൻ്റർവ്യൂവിന് കോൾ ചെയ്യുകയാണ് ചെയ്യുക. സോ കൂടുതൽ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ ഞാൻ ആ ഡീറ്റെയിൽസ് കിട്ടുമെങ്കിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും.